ഏവർക്കൊരു പുതിയ പ്രഭാതം സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇന്ന് ഈ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം ഈശോ പറയാണ് കപടനാട്യത്തെക്കുറിച്ച്. സുവിശേഷം മുഴുവൻ പഠിക്കുമ്പോൾ ഈശോ ഏറ്റവും കൂടുതൽ വെറുത്ത പാപം ഏതാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ: കപടനാട്യമാണ്. ഉള്ളിലൊന്നായിരുന്നിട്ട് പുറത്തു വേർന്ന് കാണിക്കുന്നതിനെയാണ് കപടനാട്യം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ വായിച്ചെടുത്തൊരു കഥയുണ്ട്, ഒരു നീലക്കുറുക്കൻ്റെ കഥ. അവനിങ്ങനെ നാട്ടിലൂടെ നടക്കുമ്പോൾ നീലം കലക്കി വെച്ച പാത്രത്തിലേക്ക് ഇവൻ പോയി വീഴുകയാണ്. വീണ് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ ഒരു ദേഹമാസകൻ, ഒരു നീലക്കുറുക്കനായി മാറാണ്. തിരിച്ചവൻ കാട്ടിലേക്ക് വരുമ്പോൾ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാനുള്ള വലിയ അന്വേഷണമാണ്. നീലക്കുറുക്കനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വ്യത്യസ്തനായിട്ട് തോന്നുകയാണ്. കാരണം ഇതുവരെ കാണാത്തൊരു ജീവി, അതുകൊണ്ട് തന്നെ ഇവനെ പിടിച്ചങ്ങ് രാജാവാക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ഇവനതിന് തയ്യാറാകുന്നു. കാരണം താൻ വ്യത്യസ്തനാണെന്നൊരു തോന്നൽ എല്ലാവരുടെ മുമ്പിൽ അവൻ ജനിപ്പിക്കുകയാണ്. ഇത്രയും വ്യത്യസ്തതയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം മറ്റു കുറുക്കന്മാർ ഇങ്ങനെ ഓളിയിടുന്ന കേൾക്കുകയാണ്. അറിയാതെ സ്വാഭാവികമായിട്ട് ഈ കുറുക്കനും അങ്ങ് ഓളിയിടാണ്. പതിയെ ഇവൻ്റെ കൃത്യമായ വ്യക്തിത്വം പുറത്തു വരുന്നു, ഇവനും ഒരു കുറുക്കനാണെന്നുള്ളത്. പിന്നെ അവൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെടുന്നതൊക്കെയാണ് ആ കഥയുടെ ഭാഗം. പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ എത്ര കണ്ട് മൂടി വെക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിലുള്ള ചിലതൊക്കെ ചില സമയത്ത് പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ പുറമേ സുന്ദരമാക്കാൻ കഷ്ടപ്പെടുകയല്ല, എൻ്റെ ഉള്ളിനെ സുന്ദരമാക്കാനായിട്ട് കഷ്ടപ്പെടുന്നൊരു കാലഘട്ടമാവണം ഈ ഒരു നോമ്പ് കാലം. ഇന്ന് ഈ ഒരു ദിവസം നമുക്ക് പരിശ്രമിക്കേണ്ടത് ഇതാണ്: പുറം എത്ര വൃത്തിയുള്ളതാണെന്ന് പരിശ്രമിക്കാൻ, അല്ലെങ്കിൽ പുറം എത്ര വൃത്തിയുണ്ട് എന്ന് ചിന്തിച്ച് നമ്മൾ ആലോചിച്ച് പോവാതെ എൻ്റെ അകം എത്രമാത്രം വൃത്തിയുള്ളതാണ്. ആർക്കും മനസ്സിലാവാത്ത ഞാനുണ്ട്, അതെനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അവൻ സുന്ദരനാണോ എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ അതിനെ തിരുത്തി വൃത്തിയുള്ളതാക്കാൻ ശ്രമിക്കട്ടെ. അങ്ങനെ കുറെ കൂടി സൗന്ദര്യമുള്ള അകമുള്ള മനുഷ്യരായി മാറട്ടെ. എൻ്റെ അകം പുറം കാണുന്നതിനേക്കാളും സൗന്ദര്യമുള്ളിടത്ത് ഞാനൊരു ദൈവകൃപയുള്ള മകനായിട്ട് മാറാണ്. അങ്ങനെ എൻ്റെ ഉള്ള് ശുദ്ധമാവട്ടെ, ആ ശുദ്ധത എല്ലാവരിലേക്കും പകരട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.